എല്ലാവർക്കും നമസ്കാരം. 5th സ്റ്റാൻഡേർഡിലെ 7th യൂണിറ്റായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് തന്നിരിക്കുന്നു. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എർത്ത്ക്വേക്ക് ഇൻ ഇന്തോനേഷ്യ, സുനാമി ലൈക്ലി, കോസ്റ്റൽ കമ്മ്യൂണിറ്റി അലർട്ടഡ്. ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്കും സാധ്യതയുണ്ട്, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. Second one, the heart of Kottarakara resident transported from Thiruvananthapuram is brought to Kochi in air ambulance for transplantation. അതായത് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ എത്തിച്ചു. അടുത്തതായി, ചീഫ് മിനിസ്റ്റർ ഹോൾഡ്സ് എമർജൻസി വീഡിയോ കോൺഫറൻസ് വിത്ത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ടു കോർഡിനേറ്റ് ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്. പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രി അടിയന്തര വീഡിയോ കോൺഫറൻസ് നടത്തി. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന പേപ്പർ കട്ടിങ്സ്. ഇത് വായിച്ചതിൽ നിന്നും നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. ഹൗ കുഡ് ദ ഹെർട്ട് ബി ക്വിക്ക്ലി ട്രാൻസ്പോർട്ടഡ് ടു കൊച്ചി ഫ്രം തിരുവനന്തപുരം? അതായത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എത്രയും പെട്ടെന്ന് ഹൃദയം എത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഇൻ എയർ ആംബുലൻസ്. എയർ ആംബുലൻസിലാണ് അത് എത്തിച്ചത്. അതായത് ഹെലികോപ്റ്റർ സർവീസ് വഴിയാണ് അത് എത്തിച്ചത്. ആംബുലൻസ് ആയിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ എയർ ആംബുലൻസ് എന്ന് പറയുന്നത്. അതിൽ വഴിയാണ് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് സ്പീഡിൽ തന്നെ അത് എത്തിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കാൻ സാധിക്കത്തുള്ളൂ. അതിനെ ഉപയോഗിച്ചത് എയർ ആംബുലൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേസ് കുഡ് ബി കോസ്റ്റൽ പീപ്പിൾ ഹാവ് ബീൻ അലർട്ടഡ്? അതായത് തീരദേശവാസികൾക്ക് എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്? എങ്ങനെയായിരിക്കും നൽകിയിട്ടുള്ളത്? ത്രൂ വിഷ്വൽ മീഡിയ, ത്രൂ സോഷ്യൽ മീഡിയ, ത്രൂ റേഡിയോ. അപ്പോൾ ഈ 3 രീതികളിൽ കൂടി നമുക്ക് കൊടുക്കാം. 3 രീതികളല്ല, ഒരുപാടുണ്ട്. എങ്കിൽ പോലും നമ്മൾ 3 പറഞ്ഞത്. ത്രൂ വിഷ്വൽ മീഡിയ. വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ ഉണ്ടല്ലോ, ന്യൂസ് ചാനലുകൾ, അങ്ങനെയുള്ള വിഷ്വൽ മീഡിയ വഴി നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. അതല്ലെങ്കിൽ ത്രൂ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ. അതുവഴി എത്രയും പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് നിർദ്ദേശം എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ത്രൂ റേഡിയോ. റേഡിയോ വഴി നമുക്ക് ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആളുകളിൽ എത്തിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഹൗ വെയർ ദ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്ക്ലി? എങ്ങനെയാണ് നമ്മുടെ ഫ്ലഡ് റിലീഫ്, അതായത് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്? വീഡിയോ കോൺഫറൻസ് വഴിയാണ്. അതായത് നമ്മുടെ വീഡിയോ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരുപാട് ആളുകൾ പരസ്പരം കണ്ടുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് വീഡിയോ കോൺഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് അത് നമുക്ക് സാധിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തിയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ദൂരം യാത്ര ചെയ്യുന്നതിന് വേണ്ടി, ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ബസ്സുകളാവാം, ട്രെയിനുകളാവാം, കാറാവാം, സ്കൂട്ടറാവാം, അതുപോലെ തന്നെ വായുവിൽ കൂടി പോകുന്ന വിമാനങ്ങൾ, ഹെലികോപ്റ്റർ, അങ്ങനെ പലതരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടും നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വിഷ്വൽ മീഡിയാസ്, അതായത് ടെലിവിഷൻ ചാനലുകൾ, വളരെ പെട്ടെന്ന് തന്നെ ദൂര സ്ഥലങ്ങളിലുള്ള വാർത്തകളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ വിഷ്വൽ മീഡിയ വഴിയാണ്. അതേപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ കൈമാറാനുള്ള ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള ചാനലുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും എന്ന് പറയുന്നത് നമ്മളെ ആളുകൾ തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും വളരെ പെട്ടെന്ന് തന്നെ അവരിലേക്ക് എത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും നമ്മളെ സഹായിക്കുന്നു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ ദൂരെയുള്ള ഒരാൾക്ക് വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എഴുത്ത് എഴുതി അയച്ച് അത് അയാളുടെ കയ്യിൽ കിട്ടി, അതിൻ്റെ മറുപടി അയാൾ തിരിച്ച് പോസ്റ്റ് വഴി അയച്ച് നമ്മളിലേക്ക് എത്തുമ്പോൾ എത്ര സമയം എടുക്കും, എത്ര ദിവസങ്ങൾ എടുക്കും. അതേ സമയത്ത് നമുക്കിപ്പോൾ ഫോൺ വഴി തന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി, ഇന്റർനെറ്റ് വഴി അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ അത്രയും ദൂരവും സമയവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആ ഫിസിക്കൽ ഡിസ്റ്റൻസ്, അതായത് 2 ആളുകൾ തമ്മിലുള്ള ദൂരം നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അതുപോലെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യണം, അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്ക് യാത്ര ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ
അല്ലെങ്കിൽ വിമാനം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സർവീസുകൾ ഉപയോഗിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ആളുകൾ തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസിനെ ഓവർകം ചെയ്യുന്നു, അതായത് അതിനെ മറികടക്കുന്നു. ആ ഒരു ദൂരവും നമ്മൾ പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും വഴി സാധ്യമാകുന്നു. അതാണ് അവിടെ തന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആർ ദ മീൻസ് ഓഫ് ഓവർകമ്മിങ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് എമംഗ് പീപ്പിൾ. അതായത് ആളുകൾ തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും. അടുത്തതായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നോക്കാം. ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്സ് ടു മൂവ് പീപ്പിൾ ഓർ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്നു. അതാണ് ഹെൽപ്സ് ടു മൂവ്, അതായത് മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ആരെ? പീപ്പിൾ, ആളുകളെ. അതായത് ആളുകളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ, നമ്മൾ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഓർ അല്ലെങ്കിൽ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, സാധനങ്ങളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം helps to move people or goods from one place to another. അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഓർ മെസ്സേജസ് ഫ്രം വൺ സോഴ്സ് ടു അനദർ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങളോ അല്ലെങ്കിൽ സന്ദേശങ്ങളോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ്. ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനാണ് ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഐഡിയാസ്. ഐഡിയാസ് എന്ന് വെച്ചാൽ ആശയങ്ങൾ. ഓർ മെസ്സേജസ്. മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മുടെ സന്ദേശങ്ങൾ. ഫ്രം വൺ സോഴ്സ് ടു അനദർ, ഒരു സോഴ്സിൽ നിന്നും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൈമാറാൻ നമ്മളെ സഹായിക്കുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനുമാണ് നമ്മുടെ ആളുകൾ തമ്മിലുള്ള ഇടയിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അടുത്തതായി പേജ് നമ്പർ 112. അവിടെ നമുക്കൊരു ആൽബം തന്നിരിക്കുന്നു. അതിനകത്ത് നോക്കിയാൽ പലതരത്തിലുള്ള സ്റ്റാമ്പുകളാണ്. അതെല്ലാം വാഹനങ്ങളുമായിട്ട്, വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാമ്പാണ്. ഒന്നാമത്തേത് നമുക്കൊരു പല്ലക്കാണ്, രണ്ടാമത്തേത് സൈക്കിൾ റിക്ഷ, മൂന്നാമത്തേതും അതേപോലെ തന്നെ സൈക്കിൾ റിക്ഷയാണ്, നാലാമത്തേത് ബസ്സാണ് കാണിച്ചിരിക്കുന്നത്, അടുത്തത് ഒരു ഡബിൾ ഡെക്കർ ആണ്, അതേപോലെ തന്നെ പിന്നെ കാണിച്ചിരിക്കുന്നത് ഒരു കാറാണ്. അപ്പൊ ഇത്രയും വാഹനങ്ങളുടെ സ്റ്റാമ്പുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാമ്പിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ അങ്ങനെയുള്ള വാഹനങ്ങളില്ല. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അതിന്റെ ആൻസർ അറിയാവുന്നതാണ്. അതിന്റെ ഒന്നാമത്തെ ആൻസർ നോക്കാം. ഫോർ ട്രാവലിംഗ്. ട്രാവലിംഗ് എന്ന് വെച്ചാൽ യാത്ര ചെയ്യുക. അപ്പോൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് സാധനങ്ങളെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക്, അതായത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്, കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ലോറി പോലെയുള്ള അല്ലെങ്കിൽ ട്രക്ക്, ലോറി എന്നൊക്കെ പറയുന്ന അതുപോലത്തെയുള്ള വാഹനങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഫോർ എമർജൻസി സർവീസ് ആണ്. എമർജൻസി സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, അതായത് വളരെ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ആംബുലൻസുകൾ, ഫയർ എഞ്ചിനുകളൊക്കെ എമർജൻസി സർവീസുകളാണ്. അപ്പോൾ എമർജൻസി സർവീസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അടുത്തായിട്ട് ഫോർ എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ വിനോദത്തിന് വേണ്ടി. നമുക്ക് വിനോദത്തിനായിട്ട് നമ്മുടെ ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ വലിയ സ്കൂട്ടർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ കടലിൽ കൂടിയൊക്കെ സ്പീഡിൽ പോകുന്ന സൈസ് സ്കൂട്ടർ പോലെയുള്ള കടലിൽ കൂടി പോകുന്ന ഒരു വാഹനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന, വിനോദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തായിട്ട് ഫോർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷിക്ക് വേണ്ടിയിട്ട്. കൃഷിക്ക് വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പറയുന്നത് ട്രാക്ടർ, അതുപോലെ തന്നെ കൊയ്ത്ത് യന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അഗ്രികൾച്ചറിന് വേണ്ടി, കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തായിട്ട് ഫോർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, അതായത് നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ട്. നിർമ്മാണങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്, ക്രെയിനുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ JCB എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മുടെ വാഹനങ്ങൾ എന്തിനൊക്കെയാണ് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? ആൻസർ ഫോർ ട്രാവലിംഗ്, ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഫോർ എമർജൻസി സർവീസ്, ഫോർ എന്റർടൈൻമെന്റ്, ഫോർ അഗ്രികൾച്ചർ, ഫോർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. അടുത്തതായിട്ട് മറ്റൊരു ചോദ്യം തന്നിരിക്കുന്നു.
ഹൗ മൈറ്റ് ഹ്യൂമൻ ഹൗ മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ്. അതായത് ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ ട്രാവലിങ്ങും ഗുഡ്സ് കൊണ്ടുപോകുന്നതിനും അല്ലെങ്കിൽ എമർജൻസി സർവീസിനും ഒക്കെ ആയിട്ട് ആളുകൾ മുമ്പ് ഏതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് അവിടെ പടമായിട്ട് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. ഓൺ ഫൂട്ട്, അതായത് കാൽനടയായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബൈ ക്യാരിങ് ഓൺ ദ ഹെഡ്, അതായത് തലയിൽ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ യൂസിങ് ആനിമൽസ്, അതായത് മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആവശ്യങ്ങളൊക്കെ നേടാറുണ്ടായിരുന്നു. അടുത്തതായി പേജ് നമ്പർ 113, അതിനകത്തൊരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് വെയർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്സ്. അതായത് ഇങ്ങനെ കാൽനടയായിട്ട് അല്ലെങ്കിൽ തലയിൽ ചുമന്ന് അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു പരിമിതികളുണ്ട്, അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരെണ്ണം തന്നിരിക്കുന്നു. ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. അതായത് ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടത്തേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുപോകാം, എന്നാൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ ബൈ ക്യാരിങ് ഓൺ ദ ഹെഡ് എന്നുള്ളത് നമുക്ക് പ്രായോഗികമായിട്ട് വരത്തില്ല, അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് പ്രായോഗികമായിട്ട് വരത്തില്ല. അപ്പം നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയത്തില്ല. അടുത്തതായിട്ട് നീഡ് മോർ ഹ്യൂമൻ എഫേർട്ട്, അതായത് മനുഷ്യന്റെ എഫേർട്ട്, ആളുകളുടെ കഠിനാധ്വാനം ഒരുപാട് വേണം, അതായത് നടന്നു പോകണമെങ്കിലും തലച്ചുമടായിട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിലും. അതോടൊപ്പം തന്നെ നീഡ് മോർ ടൈം ടു ട്രാവൽ, അതായത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇതൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിൽ പഴയകാല രീതികൾ. ഓൺ ഫുട്ട്, ബൈ ക്യാരിങ് ഓൺ ദ ഹെഡ്, ബൈ യൂസിങ് ആനിമൽസ്, ഇതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ്, അതായത് പരിമിതികൾ ഇതൊക്കെയാണ്. അതിന്റെ ബാക്കിയായിട്ട് എന്തായിരിക്കും നോക്കാം. ഹ്യൂമൻസ് ഡെവലപ്പ് വെഹിക്കിൾസ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് മെൻഷൻഡ് എബവ്. അതായത് മനുഷ്യർ എന്ത് ചെയ്തു, വെഹിക്കിൾസ് കണ്ടുപിടിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഈ ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി വാഹനങ്ങൾ കണ്ടുപിടിച്ചു. ദി ഇൻവെൻഷൻ ഓഫ് വീൽസ് ബിക്കം ദ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിൽ, അതായത് ഗതാഗതത്തിന്റെ കാര്യത്തിൽ ഒരു അടിസ്ഥാനപരമായിട്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് വീലുകൾ കണ്ടുപിടിച്ചതാണ്, ചക്രങ്ങൾ കണ്ടുപിടിച്ചതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് വീൽ ബിക്കം ദ ബേസിക് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അടുത്തത് ഫ്രം വീൽ ടു വെഹിക്കിൾ, അതായത് വീലിൽ നിന്നും വെഹിക്കിളിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നാണ് പറയുന്നത്. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഈ ചക്രങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. ഈ ആളുകൾ ഉരുളൻ തടിയുടെ മുകളിൽ മറ്റു സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉരുട്ടി ഭാരം നീക്കി അങ്ങനെയൊക്കെ ഉരുളൻ തടികളൊക്കെ ഉപയോഗിച്ചു. പിന്നീട് ആ തടികളൊക്കെ, ഉരുളൻ തടികളൊക്കെ ചെറിയ ചെറിയ തടികളാക്കി, ചെറിയ ചെറിയ ഉരുളൻ തടികളാക്കി മാറ്റി, ചക്രങ്ങൾ പോലെ ആക്കി മാറ്റി, അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത്. അതിന്റെയാണ് പടം നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യത്തെ പടത്തിൽ ഒരു വലിയ തടി, ഒരു ഉരുളൻ തടിയുടെ മുകളിൽ വെച്ച് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ അധികം ആളുകൾ തെള്ളിക്കൊണ്ട് പോകുന്നു ഉരുളൻ തടിയുടെ മുകളിൽ വെച്ചുകൊണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരുപാട് വീലുകളുടെ പടങ്ങൾ തന്നിരിക്കുന്നു. ആ ഒരു ചിത്രം നിങ്ങൾ കാണുമ്പോൾ അറിയാം, തടി വീലിൽ നിന്നും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന റബ്ബറിലെ അല്ലെങ്കിൽ ടയറിലേക്കൊക്കെ മാറിയിട്ടുള്ള ഒരു മാറ്റം എങ്ങനെയാണ് എന്ന്. അവിടെ ഒരു എക്സ്റ്റൻഡഡ് റീഡിങ് വന്നിരിക്കുന്നു, അത് നമുക്ക് നോക്കാം. അത് ഞാൻ നിങ്ങളെ മലയാളത്തിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് 1976 സ്വിറ്റ്സർലൻഡിലെ സുറിച്ച് എന്ന് പറയുന്ന ലേക്കിന്റെ സൈഡിൽ നിന്നും കണ്ടെത്തിയതാണ്. ഏകദേശം 4500ഓളം വർഷം പഴക്കമുള്ള വീലാണത്. അത് നമ്മുടെ മേപ്പിൾ എന്ന് പറയുന്ന തടി കൊണ്ട്, മരപ്പലക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചക്രത്തിന്റെ ഭാഗമാണ്. അതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് അടുത്തായി പേജ് നമ്പർ 114, അവിടെ മുകളിലായിട്ട് വീണ്ടും ഒരു എക്സ്റ്റൻഡഡ് റീഡിങ് വന്നിരിക്കുന്നു. മെസപ്പൊട്ടോമിയ, അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞേക്കാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ പറ്റിയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ പുസ്തകങ്ങളിൽ, അതായത് നമ്മുടെ 5ാം ക്ലാസ്സിലെ മാറിയ പുസ്തകത്തിൽ ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ പറ്റിയൊക്കെ വിശദമായിട്ടുണ്ടായിരുന്നു. നമുക്കത് പഠിക്കേണ്ടതായിട്ടില്ല, അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആയിട്ട് തന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തായിട്ട് ലുക്ക് അറ്റ് ദ പിക്ചർ. അവിടെ നമുക്ക് 4 പിക്ചർ തന്നിരിക്കുന്നു. ആ പടത്തിലേക്ക് നോക്കുക. ആദ്യത്തേത് ആളുകൾ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കൈവണ്ടിയാണ്, സാധനങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നു. രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് ഒരു കാളവണ്ടിയാണ്. മൂന്നാമത്തേത് ഒരു കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്നതാണ്. അടുത്തത് കുതിരവണ്ടിയിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നു, കൂടെ ആള് യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4 ചിത്രങ്ങളായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ താഴെ ഒരു ചോദ്യം നമുക്ക് വായിക്കാം. ദ ഇമേജസ് ഗിവൺ ഷോ ഹൗ വീൽസ് വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ പാസ്റ്റ്.
വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദീസ്. അതായത് നമ്മൾ ഈ ചിത്രങ്ങളിൽ നിന്നും നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 2 ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് വീൽഡ് കാർട്സ് വെയർ പുൾഡ് ബൈ ഹ്യൂമൻസ്. അതായത് മനുഷ്യൻ ഈ ചക്രവണ്ടികൾ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വീൽഡ് കാർസ് വെയർ പുൾഡ് യൂസിങ് ആനിമൽസ്. അതായത് ഈ ചക്രവണ്ടികൾ അല്ലെങ്കിൽ ചക്രം വെച്ച വണ്ടികൾ ആനിമൽസിനെ കൊണ്ട്, മൃഗങ്ങളെ കൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ടെണ്ണോട് എഴുതാം. വീൽഡ് കാർട്സ് വെയർ യൂസ്ഡ് ഹ്യൂമൻസ് ടു ട്രാവൽ. അതായത് ഈ വീലുള്ള കാർട്ടുകൾ എന്ത് ചെയ്തു, ആളുകൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻസ് ഓൾസോ യൂസ്ഡ് വീൽഡ് കാർട്സ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്. എന്താണ്, മനുഷ്യര് വീൽഡ് കാർട്സുകളെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഇൻവെൻഷൻ ഓഫ് ദ വീൽ ബ്രിങ്സ് ടു ഹ്യൂമൻ ലൈഫ്? അല്ലെങ്കിൽ ഹൗ ഡിഡ് ദ ഡിസ്കവറി ഓഫ് ദ വീൽ ഇമ്പാക്ട് ഹ്യൂമൻ സൊസൈറ്റി? അതായത് ഈ വീലിന്റെ കണ്ടുപിടുത്തം, അതായത് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യനെ എങ്ങനെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ മനുഷ്യന്റെ ലൈഫിനെ എങ്ങനെ ബാധിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ക്യാൻ ട്രാവൽ ലോങ്ങർ ഡിസ്റ്റൻസ്. അതായത് നമുക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് റെഡ്യൂസ് ഫിസിക്കൽ ലേബർ. അതായത് മനുഷ്യന്റെ ആ അധ്വാനം, മനുഷ്യന്റെ ജോലി, ആ ലേബർ കുറയ്ക്കും. മനുഷ്യന്റെ എന്താണ്, നടന്നു പോകുമ്പോഴോ തലച്ചുമടായിട്ടോ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ജോലി അത് കുറയ്ക്കും. അടുത്തത് വെയിറ്റ് ട്രാൻസ്പോർട്ടേഷൻ ബിക്കം ഈസിയർ. അതായത് വെയിറ്റ് കൊണ്ടുപോകുന്നത് വളരെ ഈസി ആയിട്ട് മാറി. അടുത്തത് ക്യാൻ ട്രാൻസ്പോർട്ട് മോർ ഗുഡ്സ്. കൂടുതൽ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ മനുഷ്യർ ഈ വലിച്ചുകൊണ്ട് പോകുന്നതും മൃഗങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നതുമായ ചക്രവണ്ടികളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഈ ഇതുപോലെയുള്ള വീൽഡ് കാർസ് അല്ലെങ്കിൽ ചക്രവണ്ടികൾ ഉപയോഗിക്കുന്നതിന് പകരം എന്താണ്, ഇന്ധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഇതുപോലത്തെ ഇപ്പം എഞ്ചിനുകളൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെയുള്ള വാഹനങ്ങൾ കണ്ടുപിടിച്ചു. അതിന്റെ വരവോടുകൂടി വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. മനുഷ്യർക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും യാത്ര ചെയ്യുന്നതിനും ഒക്കെ വളരെ വേഗത്തിലായി ആ മാറ്റം. അപ്പോൾ അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു, പേജ് നമ്പർ 115-ലെ ഡ്രോ പിക്ചർ ഷോയിങ് ദ പ്രോഗ്രസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ദ വീൽസ് ടു ദ വെഹിക്കിൾ ആൻഡ് കണ്ടക്ട് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ്. അതായത് ചക്രങ്ങളിൽ നിന്നും വാഹനങ്ങളിലേക്ക് നമ്മൾ മാറിയ ആ പുരോഗതി, നമ്മുടെ ആ ഒരു പ്രോഗ്രസ് കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നമ്മുടെ ക്ലാസ്സിൽ അതിന്റെ ഒരു എക്സിബിഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തുകൊള്ളുക. അടുത്തായിട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. അതായത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അപ്പൊ നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നോക്കാം. അവിടെ തന്നിരിക്കുന്നത് ഒന്നാമത്തേത് ലാൻഡ് ട്രാൻസ്പോർട്ട്. അതായത് നമ്മുടെ കരയിൽ കൂടിയുള്ള ഗതാഗതം, കരയിൽ കൂടി യാത്ര ചെയ്യുന്നത്. അത് 2 രീതിയിലാണ് നമ്മൾ അതിനെ തിരിച്ചിരിക്കുന്നത്. അതൊന്ന് റോഡ് ട്രാൻസ്പോർട്ട്, അതായത് നമ്മുടെ റോഡ് വഴിയുള്ള ട്രാൻസ്പോർട്ടും. രണ്ടാമത്തേത് റെയിൽ ട്രാൻസ്പോർട്ട്. റെയിൽ എന്ന് വെച്ചാൽ അറിയാം, നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മെട്രോയെ സാധാ ട്രെയിനുകളൊക്കെ പോകുന്നത് റെയിലിൽ കൂടിയാണ്. അപ്പോൾ റെയിൽ ട്രാൻസ്പോർട്ട് ഉണ്ട്. അടുത്തതായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട്, അതായത് ജലത്തിൽ കൂടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ. അതും 2 തരത്തിലാണ്, ഇൻലാൻഡ് ട്രാൻസ്പോർട്ടും മാരിടൈം ട്രാൻസ്പോർട്ടും. ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഉൾനാടൻ ഗതാഗതം എന്ന് പറയും. അതായത് ഉള്ളിലേക്കൊക്കെ ഉള്ള നമ്മുടെ ഈ ചെറിയ തോടുകൾ വഴി അല്ലെങ്കിൽ കനാലുകൾ അല്ലെങ്കിൽ നമ്മുടെ കായലുകൾ ഇതുവഴിയൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. മാരിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കടലിൽ കൂടി പോകുന്ന അല്ലെങ്കിൽ വലിയ കപ്പലുകളും ബോട്ടുകളും ഒക്കെ പോകുന്ന കടൽ അല്ലെങ്കിൽ നമ്മുടെ സമുദ്രങ്ങൾ ഇതുവഴിയൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എയർ ട്രാൻസ്പോർട്ടേഷൻ, അതായത് വായുവിൽ കൂടി ഉള്ള ഗതാഗതം. അതും 2 തരത്തിലാണ്. നാഷണൽ എയർവേസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർവേസ് ഉണ്ട്. നാഷണൽ എയർവേസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള എയർവേസുകൾ. നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഇപ്പം കേരളത്തിൽ നിന്നും ബോംബെ പോവുക, അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യക്കകത്തുള്ള ട്രാൻസ്പോർട്ടേഷനെയാണ് നാഷണൽ എയർവേസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ എയർവേസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക. ഇപ്പൊ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഗൾഫ് കൺട്രീസിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഇന്റർനാഷണൽ എയർവേസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ പോയിന്റുകളും വിശദമായിട്ട് നോക്കാം. ആദ്യത്തേത് ലാൻഡ് ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെ ലാൻഡിൽ കൂടി, കരയിൽ കൂടി പോകുന്ന ട്രാൻസ്പോർട്ടേഷനെയാണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ മോഡ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഫ്രം ദ ഫ്ലോ ചാർട്ട്. അതായത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് റോഡ് ട്രാൻസ്പോർട്ട്, രണ്ടാമത്തേത് റെയിൽ ട്രാൻസ്പോർട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം, റോഡ് ട്രാൻസ്പോർട്ട് നോക്കാം.
അപ്പോൾ നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? റോഡുകളാണ്. അപ്പോൾ പലതരത്തിലുള്ള റോഡുകൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പം 3 പടങ്ങൾ തന്നേക്കുന്നു നോക്കാം. ആദ്യത്തേത് സിംഗിൾ ട്രാക്ക് പാത്ത്, അതായത് ഒറ്റയടി പാത എന്ന് പറയും. ചെറിയ ഇടുങ്ങിയ റോഡുകളെയാണ് നമ്മൾ സിംഗിൾ ട്രാക്ക് പാത്ത് എന്ന് പറയുന്നത്. അടുത്തത് മഡ് പാത്ത്. മഡ് പാത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ് റോഡ് എന്ന് പറയും. നമുക്ക് മൺപാത എന്നൊക്കെ പറയുന്നത്, അതാണ് മഡ് പാത്ത്. അടുത്തതായിട്ട് സ്റ്റോൺ പാവ്ഡ് പാത്ത്, അതായത് ഈ കല്ലുകളൊക്കെ പാവിയ പാത്ത്. ഇതൊക്കെ പഴയ കാലത്തെ റോഡുകളാണ്. ഇനിയും പുതിയ കാലത്തെ റോഡിലേക്ക് നമുക്ക് നോക്കാം. പേജ് നമ്പർ 116 മുകളിലായിട്ടുണ്ട്. ആദ്യത്തേത് കോൺക്രീറ്റ് റോഡ്, അതായത് കോൺക്രീറ്റ് ചെയ്ത സിമെന്റ് ചെയ്ത റോഡ്. രണ്ടാമത്തേത് ടാർഡ് റോഡ്, അത് നമ്മൾ കാണാറുള്ള ടാർ ചെയ്ത റോഡാണ്. അപ്പോൾ കോൺക്രീറ്റ് റോഡും ടാർഡ് റോഡുമാണ് നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള റോഡുകൾ. പഴയ കാലത്തുണ്ടായിരുന്ന റോഡുകളാണ് നമ്മൾ പറഞ്ഞ സിംഗിൾ ട്രാക്ക് പാത്ത്, മഡ് പാത്ത്, സ്റ്റോൺ പാവ്ഡ് പാത്ത്. അടുത്തായിട്ട് നമുക്കൊരു എക്സ്റ്റൻഡ് റീഡിംഗ് തന്നിരിക്കുന്നു. അതാണ് മക്കാദം റോഡ്സ് എന്ന് പറയും. മക്കാദം റോഡുകൾ എന്ന് പറഞ്ഞാൽ ഈ 1920 സ്കോട്ടിഷിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ജെൽ മക്കാദമാണ് ആധുനിക രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള റോഡുകൾ നിർമ്മിക്കാൻ തുടക്കമിട്ടത്. അത് ഈ കരിങ്കൽ കഷ്ണങ്ങൾ, പാറകളൊക്കെ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളെയാണ് മക് ആദം റോഡ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് അവർ കൺട്രി ഹാസ് എ വൈഡ് നെറ്റ്വർക്ക് ഓൺ റോഡ് കൺസിസ്റ്റിംഗ് ഓഫ് റൂറൽ റോഡ്സ്, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് ഹൈവേസ്. അതായത് നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള റോഡുകളുണ്ട്. അപ്പോൾ ആ റോഡിന്റെ പേരുകളൊക്കെ നമ്മൾ പഠിക്കണം. റൂറൽ റോഡ്സ്, റൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഗ്രാമീണ പാതകൾ എന്ന് പറയും അതിന്റെ മലയാളം. അതായത് സാധാരണ നമ്മുടെ അടുത്തൊക്കെ കാണാറുള്ള റോഡുകൾ, അതാണ് ഗ്രാമീണ പാതകൾ എന്ന് പറയുന്നത് റൂറൽ റോഡ്സ്. അടുത്തത് സ്റ്റേറ്റ് ഹൈവേസ്. സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന പാതകൾ എന്ന് പറയും. അതായത് റൂറൽ റോഡ്സിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ് സ്റ്റേറ്റ് ഹൈവേസ്. അടുത്തത് നാഷണൽ ഹൈവേസ്. നാഷണൽ ഹൈവേസ് ദേശീയ പാതകൾ എന്ന് പറയും. വലിയ റോഡുകളെയാണ് നമ്മൾ നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്രസ് ഹൈവേസ് ആണ്. എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ പോകാൻ കഴിയുന്ന വലിയ റോഡുകളെയാണ് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട റോഡുകൾ റൂറൽ റോഡ്സ്, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് ഹൈവേസ്. അടുത്തായിട്ട് ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ ഉള്ളതിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ റോഡുകളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ റോഡുകളുടെ വലിപ്പത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. റോഡ് ട്രാൻസ്പോർട്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഷുറിംഗ് ദ സോഷ്യോ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. അതായത് ഒരു രാജ്യത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രധാനമായ ഘടകമായി മാറുന്നത് എന്താണ്? അവിടുത്തെ റോഡുകളാണ്. അടുത്തതായിട്ട് ഒരു എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്. മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈവേകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. അതിന്റെ മലയാളം എന്ന് പറയുന്നത് സുവർണ ചതുഷ്കോണം എന്നാണ്. അവിടെ താഴത്തെ പടത്തിൽ നോക്കിയാൽ കാണാം അതിന്റെ വലിപ്പം, അല്ലെങ്കിൽ അത് ഇതുവഴിയൊക്കെയാണ് കടന്നു പോകുന്നത്. ഇത് ഇന്ത്യയുടെ മേജർ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ഹബ്ബുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് നമ്മുടെ വ്യാവസായിക കാർഷിക മേഖലകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് കടന്നു പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ കൂടിയാണ്. 12 സ്റ്റേറ്റുകളിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ആ മാപ്പിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അടുത്തതായിട്ട് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. അതായത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും ആണ് അതിന്റെ മലയാളം. നോർത്ത് സൗത്തിൽ അത് കന്യാകുമാരിയെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കും. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റിലാണെങ്കിൽ അത് സിൽച്ചാറിനെയും പോർബന്തറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പം മാപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അടുത്തായി പേജ് നമ്പർ 117. അവിടെ നമുക്കൊരു പിക്ചർ ആൽബം തന്നിട്ടുണ്ട്. അതിനകത്ത് കുറേയധികം വാഹനങ്ങളുടെ പടങ്ങൾ തന്നിരിക്കുന്നു. പഴയത് മുതൽ പുതിയത് വരെയുള്ള വാഹനങ്ങൾ, പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കുക. അതിനുശേഷം താഴെ പറഞ്ഞിരിക്കുന്നത് ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ദ ഇവാലുവേഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസ്, ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട് റിഗാർഡിംഗ് ദ ചേഞ്ചസ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്. അതായത് നോക്കിയിട്ട് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടിൽ ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് വെഹിക്കിൾസ് ആൻഡ് റോഡ്സ്, ഓൾഡ് ആൻഡ് ന്യൂ, മേക്ക് ആൻ ആൽബം ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ ക്ലാസ്. ഒരു ആൽബം തയ്യാറാക്കുക. പഴയതും പുതിയതുമായിട്ടുള്ള വാഹനങ്ങളുടെ ചിത്രങ്ങൾ ചേർത്തുകൊണ്ട് ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ. അടുത്തായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. അതായത് റോഡ് ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അപ്പോൾ ഒന്നാമത്തെ നോക്കാം. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. അതായത് റോഡ് യാത്രകൾക്ക് താരതമ്യേന എന്താണ്? ചെലവ് വളരെ കുറവാണ്. നമുക്കറിയാം റോഡിൽ കൂടി, വാഹനങ്ങളിൽ കൂടി, ബസ്സിലോ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെ ചെലവ് കുറവാണ്. അടുത്തായിട്ട് ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. അതായത് എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാപ്തിയാവും. എന്ന് വെച്ചാൽ ഇപ്പൊ വിമാനത്തിൽ എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം അത് വലിയ ചിലവുള്ളതാണ്. ഹെലികോപ്റ്ററിൽ എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ കപ്പലിലെ യാത്ര എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷെ റോഡിൽ കൂടിയുള്ള യാത്ര എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും പ്രാപ്യമാവും. അതായത് എല്ലാ ആളുകൾക്കും സാധിക്കും. അതാണ് ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട്
ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്, അതായത് ചെറിയ യാത്രകൾക്ക്, അതായത് നമ്മൾ വളരെ അടുത്തുള്ള യാത്രകൾക്ക്, അതിനൊക്കെ നമുക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് റോഡാണ്. പിന്നീടുള്ളതെന്ന് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടു ഇൻലാൻഡ് ഏരിയാസ്, അതായത് ഇൻലാൻഡ് ഏരിയകളിൽ ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ഇതാണ് സൗകര്യപ്രദമായിട്ടുള്ളത്. നമുക്ക് ട്രെയിനിലോ വിമാനത്തിലോ മറ്റു യാത്രകളൊന്നും സാധ്യമാകത്തില്ല. നമുക്ക് ഉൾനാടുകളിലേക്കൊക്കെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ കയറി ചെല്ലാൻ റോഡാണ് ഏറ്റവും അനുയോജ്യം. അടുത്തത് മോർ കൺവീനിയൻസ് എന്ന് വെച്ചാൽ കൂടുതൽ സൗകര്യമാണ്, നമുക്ക് റോഡിൽ കൂടിയുള്ള യാത്രയാണ് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത്. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. ഒന്നുകൂടെ പറയാം: റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ, ബെസ്റ്റ് സ്യൂട്ടഡ് for short trips, mode of transportation to inland areas, more convenience. അടുത്തതായിട്ട് റെയിൽ ട്രാൻസ്പോർട്ട് ആണ്. റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കരയിൽ കൂടി, അതായത് നമ്മുടെ ലാൻഡിൽ കൂടി പോകുന്ന ഏറ്റവും വേഗമേറിയ ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്ത്? റെയിൽ ട്രാൻസ്പോർട്ടേഷൻ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. കരയിൽ കൂടി ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് റെയിൽ ട്രാൻസ്പോർട്ട് ആണ്. അടുത്തതായിട്ട് ഈ റെയിൽ എന്ന് പറയുന്ന സിസ്റ്റം ലോഞ്ച് ചെയ്തത് എവിടെയാണ്? ബ്രിട്ടനിലാണ്, അതായത് തുടങ്ങിയത്. അതാണ് ദ റെയിൽ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലാണ് ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച എന്താണ്? സ്റ്റീം എഞ്ചിനാണ്. ദ ലോക്കോമോട്ടീവ് ട്രെയിൻ കെയിം ഇൻ ടു ബീയിങ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ, അതായത് ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയിട്ടാണ് ഈ ലോക്കോമോട്ടീവ് ട്രെയിൻ നമുക്ക് സാധ്യമാകുന്നത്. ഈ ബ്രിട്ടനിൽ ആദ്യമായിട്ട് ലോക്കോമോട്ടീവ് എഞ്ചിൻ തയ്യാറാക്കിയത് ജോർജ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന ആളാണ്. 1825 ഇത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻ 1825 ജോർജ് സ്റ്റീഫൻസൺ ബിൽഡ് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ ഇൻ ബ്രിട്ടൻ. അതായത് ആദ്യമായിട്ട് ബ്രിട്ടനിൽ ഈ ലോക്കോമോട്ടീവ് എഞ്ചിൻ അല്ലെങ്കിൽ ട്രെയിൻ രൂപീകരിച്ചത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് ജോർജ് സ്റ്റീവൻസൺ ആണ്. വർഷം 1825 ആണ്. കോൾ വാസ് യൂസ്ഡ് ആസ് ഫസ്റ്റ് ടു റൺ ഇറ്റ്, അതായത് കോളാണ്, കൽക്കരിയാണ് ഇത് ആദ്യമായിട്ട് റൺ ചെയ്യാൻ ഉപയോഗിച്ചത്. ലേറ്റർ ഡ്യൂ ടു ദ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഡീസൽ എഞ്ചിൻ ആൻഡ് ഇലക്ട്രിക് എഞ്ചിൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതായത് ടെക്നോളജികളൊക്കെ മാറിയതോടുകൂടി പിന്നീട് ഡീസൽ എഞ്ചിൻ വന്നു. ഇപ്പം നമ്മൾ ഇലക്ട്രിക് ട്രെയിനുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്തായി പേജ് നമ്പർ 118 മുകളിലായിട്ടൊരു എക്സ്റ്റൻഡ് റീഡിംഗ് വന്നിരിക്കുന്നു. അതായത് 1925 ഇംഗ്ലണ്ടിലെ സ്കോട്ടൺ, ഡാർജിലിംഗ് എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട്, എന്നീ സിറ്റികളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടത്. ജോർജ് സ്റ്റീവൻസൺ ആണ് ഇത് നിർമ്മിച്ചത്. സ്റ്റീഫൻസൺ റോക്കറ്റ് എന്നറിയപ്പെടുന്ന ഈ ലോക്കോമോട്ടീവ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് ഈ പറഞ്ഞ പാതയിൽ കൂടിയാണ്. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിത്തുടങ്ങിയത്. അടുത്തായിട്ട് നമുക്ക് അതിന്റെ താഴെ 6 പിക്ചേഴ്സ് തന്നിരിക്കുന്നു. ഒന്നാമത്തേത് എന്താണ്? ഇത് ട്രെയിൻ ക്യാരിയിങ് കോൾ ആണ്, അതായത് ട്രെയിനിലെ കോള് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൽക്കരി കൊണ്ടുപോകുന്നതാണ്. രണ്ടാമത്തേത് എ ക്യാരേജ് ഈസ് പുൾഡ് ബൈ ഹോഴ്സ് എലോങ് എ ട്രാക്ക്, അതായത് ഒരു ട്രാക്കിൽ കൂടി ഒരു ഹോഴ്സ് ഒരു ക്യാരേജ് പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നതാണ്. മൂന്നാമത്തേത് എ ട്രെയിൻ വിത്ത് കോൾ എഞ്ചിൻ ആണ്, അതായത് ഒരു കൽക്കരിയിൽ ഓടുന്ന ഒരു ട്രെയിനാണ്. അടുത്തായിട്ട് എ ട്രെയിൻ വിത്ത് ഡീസൽ എഞ്ചിൻ ഓടുന്ന ട്രെയിനാണ്. അടുത്തായിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ട്രെയിൻ ആണ്. ലാസ്റ്റ് പിക്ചറിൽ തന്നിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ ആണ്. അപ്പോൾ അവിടെ ഒരു ഒബ്സർവേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ അവിടെ തന്നിരിക്കുന്നു എ ട്രെയിൻ ക്യാരിയിങ് കോള്. രണ്ടാമത്തേത് എ ക്യാരേജ് ഈസ് പുൾഡ് ബൈ ഹോഴ്സ് എലോങ് എ ട്രാക്ക്. അടുത്തായിട്ട് എ ട്രെയിൻ വിത്ത് കോൾ എഞ്ചിൻ. അടുത്തായിട്ട് എ ട്രെയിൻ വിത്ത് ഡീസൽ എഞ്ചിൻ. അടുത്തത് ഇലക്ട്രിക് ട്രെയിൻ. ലാസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ. അടുത്തായി പേജ് നമ്പർ 119 അവിടെ തന്നിരിക്കുന്നു നോക്കാം. ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹു സ്റ്റാർട്ടഡ് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ട്രാൻസ്പോർട്ട് ആരംഭിച്ചത്. അപ്പോൾ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം അവിടുന്ന്. ഹു സ്റ്റാർട്ടഡ് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് ആണ്. അത് ബ്രിട്ടീഷുകാർ ഇവിടെ തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി തുടങ്ങിയതൊന്നുമല്ല. അവർ ഇന്ത്യയിൽ നിന്നും ഒരുപാട് റോ മെറ്റീരിയൽസും അതുപോലെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സും ഒക്കെ, നമ്മുടെ പ്രകൃതി വിഭവങ്ങളൊക്കെ ഈ കടൽ മാർഗമാണ് അവരുടെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് ഈ കടൽ മാർഗം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ പോർട്ടുകളിലേക്ക്, തുറമുഖങ്ങളിലേക്ക് അത് എത്തിക്കണം. അങ്ങനെ വലിയ അളവിൽ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഈ പോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് അവർ ഈ റെയിൽ സംവിധാനം ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ സംവിധാനം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യസ് ഫസ്റ്റ് റെയിൽവേ ബോംബെ നൗ മുംബൈ ടു താനെ 1853, അതായത് 1853 ബോംബെ മുതൽ താനെ വരെയാണ്, അതായത് ഇപ്പോഴത്തെ മുംബൈ, ബോംബെക്കാണ് ഇപ്പോഴത്തെ മുംബൈ എന്നാണ് അറിയപ്പെടുന്നത്. ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് റെയിൽ സർവീസ് എന്ന് പറയുന്നത്. അടുത്തത് ഫസ്റ്റ് റെയിൽവേ ഇൻ കേരള ഫ്രം ബേപ്പൂർ ടു തിരൂർ 1861, അതായത് കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് 1861.
അപ്പോൾ നമ്മുടെ ദൈനംദിന യാത്രകൾക്കും നമ്മുടെ ഗുഡ്സ് കൊണ്ടുപോകുന്നതിനും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ വിനോദയാത്രകൾക്കും ഒക്കെ ആയിട്ട് ആളുകൾ ഇപ്പോൾ എന്താണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ റെയിൽവേ സംവിധാനത്തിനെയാണ്. എ ബ്രോഡ് ആൻഡ് എക്സ്റ്റെൻസീവ് റെയിൽവേ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഒരു വലിയതും വിശാലവുമായിട്ടുള്ള ഒരു റെയിൽവേ സംവിധാനമുണ്ട്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് വിത്ത് ദ ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലെ റെയിൽവേ സിസ്റ്റം ഉള്ള, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സിസ്റ്റം ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അതൊന്നുകൂടെ പറയാം. ഇന്ത്യ ഈസ് ദ വൺ ഓഫ് ദ കൺട്രീസ് വിത്ത് ദ ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനങ്ങളിൽ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എന്തുണ്ട്, മെട്രോ റെയിലുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എയർ പൊല്യൂഷൻ കുറയ്ക്കത്തക്ക രീതിയിലുള്ള പുതിയ തരത്തിലുള്ള ഇലക്ട്രിക് ട്രെയിനുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ റെയിൽവേ സിസ്റ്റം ഇന്ത്യയിൽ വളരെ പ്രചാരത്തിൽ ഉള്ള ഒരു സംവിധാനമാണ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. അതായത് റെയിൽ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ. അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞ, കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ചിലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്. അതായത് കൂടുതൽ ഗുഡ്സ്, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ട്രെയിൻ എന്ന് പറയുന്നത്. പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം. നമ്മുടെ ഈ എക്കണോമിക് സിസ്റ്റം ഉണ്ടല്ലോ, സാമ്പത്തിക വ്യവസ്ഥ, അതിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ റെയിൽവേ ആണ്. അടുത്തത് നോ ട്രാഫിക് ഇഷ്യൂസ്. അതായത് നമ്മുടെ പുതിയ റെയിൽവേ സംവിധാനം വഴി റോഡിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ട്രാഫിക്കുകൾ ഉണ്ടാവാറില്ല. അടുത്തത് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. അതായത് കരയിലെ ഏറ്റവും വേഗം കൂടിയ ട്രാൻസ്പോർട്ടേഷൻ ആണ് റെയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ആൻസർ. അടുത്തായിട്ട് നമുക്കൊരു വർക്ക് വന്നിരിക്കുന്നു. Observe the transport map of Kerala given at the end of this chapter. List out the districts with rail transport in your notebook. അതായത് കേരളത്തിലെ റെയിൽവേ ഏതെല്ലാം ഡിസ്ട്രിക്റ്റിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പേജ് നമ്പർ 131 തന്നിരിക്കുന്ന മാപ്പ് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ആ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, ഇത്രയും ജില്ലകളിൽ കൂടിയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. അതില്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയും വയനാടുമാണ്. അത് മലമ്പ്രദേശമായതുകൊണ്ടാണ് അവിടെ റെയിൽവേ സംവിധാനം ഇല്ലാത്തത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.